അത് ഈ ഈസ്റ്റർ ആഘോഷിക്കുന്ന ലോകത്തെ പല ഭാഗങ്ങളിലും ആം, ചില ആൾക്കാർ വിചാരിക്കും മതപരമായിട്ടുള്ള ഒരു ആചാരമല്ല ഈസ്റ്റർ എന്ന് പറയുമ്പോൾ. കുറെ ആൾക്കാർക്ക് അങ്ങനെ ഒരു തോട്ടുണ്ട്. ക്രിസ്ത്യാനികൾ ആഘോഷിക്കേണ്ട ആഘോഷമല്ലേ ഈസ്റ്റർ എന്ന്. ആക്ച്വലി ഈസ്റ്റർ ആഘോഷിക്കുന്നത് ലോകത്തിലെ പല ഭാഗങ്ങളിലും വസന്തകാലം ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചാണ്. സോ എന്താണെന്ന് പറയണമെങ്കിൽ, കഠിനമായ മഞ്ഞുകാലം കഴിഞ്ഞ് പ്രകൃതി വീണ്ടും ആ പച്ചപ്പണിഞ്ഞ് ഉണരുന്ന ഒരു സമയമാണ് ഈസ്റ്ററിന് മറ്റൊരു ഭാഗത്ത് സൂചിപ്പിക്കുകയാണെങ്കിൽ. ഓക്കെ, അതിൽ നമുക്ക് കാണാൻ പറ്റും ഈ മഞ്ഞ് വീണ് ഉണങ്ങിപ്പോയെന്ന് കരുതിയ മരങ്ങൾ പുതിയ ഇലകൾ മുളയ്ക്കുന്നത്, പൂക്കൾ വിരിയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സീസണിൽ, ഈ ടൈമിൽ. അപ്പം ഇവിടെ ഈ പ്രകൃതി നമുക്ക് നൽകുന്ന സന്ദേശം ആക്ച്വലി ഇതാണ്: ഒന്നും അവസാനിക്കുന്നില്ല. ജീവിതത്തിൽ എത്ര വലിയ തളർച്ചകൾ ഉണ്ടായാലും തിരിച്ചു വരവിൻ്റെ ഒരു വസന്തകാലം നമുക്കായി കാത്തിരിപ്പുണ്ട് എന്ന്. ഈസ്റ്റർ എന്നത് പ്രകൃതിയുടെ ഒരു രണ്ടാം ജന്മത്തിൻ്റെ ആഘോഷം കൂടിയാണ്. മതം എന്ന സംഭവത്തെ നമ്മൾ മാറ്റി നിർത്തണമെങ്കിൽ, അതിനപ്പുറം ഈ പ്രകൃതിയുമായിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ, യൂണിവേഴ്സും അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ ആ ചുറ്റുപാട് അതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണത്. രണ്ടാം ജന്മത്തിൻ്റെ ആഘോഷം കൂടിയാണ്. സോ നോർമലി ഈസ്റ്റർ ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? എന്തിൻ്റെ ബേസ് ചെയ്താണ് ഈസ്റ്റർ? ഇപ്പം നമുക്കറിയാൻ പറ്റുന്ന ഈസ്റ്ററിനെ ബേസ് ചെയ്ത് എന്ത് ആഘോഷം ബേസ് ചെയ്താണ് ആഘോഷിക്കുന്നത്? യേശു ഉയർത്തെഴുന്നേറ്റത്. എന്താണ്? ഉയർത്തെണീപ്പല്ലേ? യേശു ക്രിസ്തു ഉയർന്നെടീറ്റ ദിവസം ബേസ് ചെയ്താണ്. അതും ഒരു രണ്ടാം ജന്മത്തെ ബേസ് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. സെയിം തിങ് നമ്മുടെ പ്രകൃതിയുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രകൃതിയും നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തളർച്ചയും ഉണ്ടായാലും ഒരു തിരിച്ചു വരവിൻ്റെ ഒരു വസന്തകാലം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ നമുക്കും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു തിരിച്ചു വരവുണ്ട്. അത് മനസ്സിലാക്കുക. നമുക്കൊരു പ്രശ്നം ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിത അവസാനം വരെ ആ പ്രശ്നം നമ്മളതിൽ ചുറ്റിക്കറങ്ങി നടക്കത്തില്ല. അത് മാറും. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഡൗട്ടുണ്ട്. ഈ ഈസ്റ്റർ ബേസ് ചെയ്ത് വരുമ്പം ഈ മുട്ടയും അതുപോലെ തന്നെ മുയലിനെയും നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഈ മുട്ടയും മുയലിനെയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ പോസ്റ്ററിലൊക്കെ? ഇത് ഇതെന്താണ് ആക്ച്വലി? എന്തിന്റെ പ്രതീകമായ അർത്ഥം മനസ്സിലാക്കുന്നത്? ഈസ്റ്ററിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ പല നിറങ്ങളിലുള്ള ഈസ്റ്ററിന്റെ മുട്ടകളാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ കൊച്ചു മുയലുകളെ നമ്മളിത് കാണാം. പക്ഷെ എന്താണ് ആക്ച്വലി ഇത് അർത്ഥമാക്കുന്നത് വെച്ചാൽ, മുട്ട ഉറപ്പുള്ള തോടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ജീവനാണ് മുട്ടയെ സൂചിപ്പിക്കുന്നത്. അപ്പൊ കാഴ്ചയിൽ ചലനമില്ലാത്ത ഒന്നിൽ നിന്നും പുതിയൊരു ജീവൻ പുറത്തേക്ക് വരുന്നു. ഇതൊരു പുതിയ സാധ്യതകളെ, പ്രതീക്ഷകളെ നമുക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു അടയാളമാണ് ഈ മുട്ട എന്ന് പറയുന്നത്. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഒരുപാട് ആൾക്കാർ ദൈവം ഇങ്ങനെ ഒരു അർത്ഥം ഇതിനകത്തുണ്ട്. ഈസ്റ്റർ ആഘോഷിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ഇതിനകത്തുണ്ടാവും. ആ ഇനി മുയൽ വളരെ വേഗത്തില് അതുപോലെ തന്നെ പെറ്റുപെരുകുന്നതുമായിട്ടുള്ള ജീവിയാണ് ഈ മുയൽ എന്ന് പറയുന്നത്. അപ്പൊ സമൃദ്ധിയുടെയും അബൻഡൻസിന്റെയും ജീവിതത്തിലേക്കുള്ള ഉന്മേഷത്തിന്റെയും അടയാളമായിട്ടാണ് മുയലിനെ നമ്മൾ കരുതപ്പെടുന്നത്. ക്ലിയർ ആയോ? അപ്പൊ മുട്ട ഒരു പുതിയ സാധ്യതയെ സൂചിപ്പിക്കുന്നു, മുയൽ അബൻഡൻസിനെ സൂചിപ്പിക്കുന്നു. സ്വിച്ച് വേർഡ് തന്നെ ഉണ്ട് സാർ, റാബിറ്റ് 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 എന്നുണ്ട്. അത് ദിവസം രാവിലെ എണീറ്റതും പറഞ്ഞ അബണ്ടൻസ്, സമൃദ്ധി എന്നൊക്കെ പറഞ്ഞത് സാറ് പറഞ്ഞപ്പോ ഓർമ്മ വന്നത് എനിക്ക്. അപ്പൊ ഇവിടെയാണ് ഈ പരാജയങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദുഃഖവെള്ളികൾ ഉണ്ടാകാറുണ്ട് എപ്പോഴും, റൈറ്റ്? പരാജയങ്ങൾ, നഷ്ടങ്ങൾ, മാനസികമായുള്ള തളർച്ചകൾ, ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ നമ്മൾ അവിടെ തളർന്നു പോകരുത് എന്നതാണ് ഈസ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ നേരിടുന്ന ഓരോ പ്രതിസന്ധിയും മെച്ചപ്പെട്ട രീതിയിൽ ഉയർത്തെഴുന്നേൽക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. വീഴുന്നതിലല്ല, മറിച്ച് എന്താണ്, വീണതെടുത്ത് നിന്നും കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കുന്നതിലാണ് ജീവിതത്തിന്റെ വിജയം. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും കൂടെ നമ്മുടെ ഒരു സന്ദേശം കൂടെ തരുന്നതാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വളരെ വലിയൊരു ചിന്തയാണ് ക്ഷമ അല്ലെങ്കിൽ ഫോർഗീവ്നെസ്. പകയുടെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും സ്നേഹം കൊണ്ട് കീഴടക്കാൻ നമുക്ക് അത് മാത്രമേ പറ്റത്തുള്ളൂ. പക ആയിക്കോട്ടെ, വിദ്വേഷം ആയിക്കോട്ടെ, അതിനെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന സ്നേഹം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ.
സോ മറ്റുള്ളവരെ സ്നേഹിക്കുക, അവർക്ക് മാപ്പ് കൊടുക്കുക, മാപ്പ് കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. നമ്മുടെ ഉള്ളിലും ഒരു പുതിയൊരു മനുഷ്യൻ ജനിക്കുന്നു, അതിലൂടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആ പകയോടുകൂടിയും അതുപോലെ തന്നെ വിദ്വേഷത്തോടു കൂടിയും ദേഷ്യത്തോടു കൂടിയും ഒക്കെയാണ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, സോ നമുക്ക് ചുറ്റുമുള്ള ആ ഇരുട്ടിനെ പഴിക്കുന്നതിന് പകരം ചെറിയൊരു മെഴുകുതിരി കത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ് ഈ ഈസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പ്രതീക്ഷയോടെ നാളത്തെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ യേശുക്രിസ്തു പുനർജനിക്കുന്ന ഒരു ദിവസമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, അതൊരു അത് മതപരമായിട്ടുള്ള ഒരു കാര്യത്തിനപ്പുറം എത്രയോ വർഷങ്ങളായിട്ട് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ബട്ട് ഇന്ന് റിയൽ ആയിട്ടുള്ള ഈസ്റ്ററിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചു. നമുക്ക് എല്ലാവർക്കും ദുഃഖവെള്ളികൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്നും ഒരു പുനർജന്മവും ലഭിക്കുന്നുണ്ട്. അത് അപ് ടു യു, നമ്മുടെ ഓരോ വ്യക്തികളുടെയും തീരുമാനത്തിനെ ബേസ് ചെയ്തായിരിക്കും. ചില ആൾക്കാർ മുദ്രകുത്തും എൻ്റെ ജീവിതം എന്നും ദുഃഖവെള്ളികളാണെന്ന്. ചില ആൾക്കാർ അതിനെ തിരുത്തി കുറിക്കും, ദുഃഖവെള്ളികൾ മാത്രമല്ല എൻ്റെ ജീവിതത്തിലുള്ളത്, ഉയർത്തെഴുന്നേൽപ്പും എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന്. ഓക്കെ, സോ അതിമനോഹരമായിട്ടുള്ള ഒരു വർഷമാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും. ഇന്നതൊരു പുതിയൊരു പുനർജന്മം തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ. പല മേഖലകളിൽ സമൃദ്ധിയും സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സോ എല്ലാവർക്കും ഞാനൊരു മനോഹരമായിട്ടുള്ള ഈസ്റ്റർ ആശംസകൾ നൽകുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ.